ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ് എന്ന കിട്ടില്ല ആനിമി സീരീസിൻ്റെ സീസൺ 4 എപ്പിസോഡ് 1 ആണ്. ഇതിൻ്റെ മുമ്പുള്ള സീസൺസ് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സോ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരാൾ ഇതാണ് അയന കോച്ചിയുടെയും ബാക്കി 156 സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിൻ്റെയും ഡിലീറ്റഡ് ഡാറ്റ. അയാളും വേറെ ഒരുത്തനും അവിടെ നിൽക്കുന്നുണ്ടാവും. അവനോട് നീ ഇതെല്ലാം മെമ്മറൈസ് ചെയ്തിട്ടില്ലേ? നിൻ്റെ മിഷൻ എന്താണെന്ന് വെച്ചാൽ അയന കോച്ചിയെ അവിടുന്ന് പുറത്താക്കുക, തിരിച്ച് വൈറ്റ് റൂമിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. നീ ഇത് വിവേകപരമായി തന്നെ ചെയ്യണം. ഇത് പബ്ലിക്കായാൽ അത് മറ്റുള്ളവർക്ക് ഇടങ്ങാറാകും, അതായത് ടീച്ചേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ. നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നറിയാം, കാരണം നിനക്ക് അവനെ മാസ്റ്റർ പീസായി കാണുന്നതിൽ ഇഷ്ടമില്ലല്ലേ? സാരമില്ല, ഇനിയെല്ലാം ഞാൻ നിൻ്റെ കയ്യിൽ വിട്ടു തന്നിരിക്കുന്നു. നീ എല്ലാം സ്കിൽ ലെവൽ പൊസസ് ചെയ്താൽ നിനക്ക് അവനെ ഈസിയായി പുറത്താക്കാം. അവനാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോകാൻ തുടങ്ങും. എനിക്ക് നിന്നോട് ചോദിച്ച ഒരു കാര്യം കൂടി അറിയുവാനുണ്ട്. നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? പക്ഷേ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ പോവും. വൈറ്റ് റൂം സ്റ്റുഡൻസ് തമ്മിലുള്ള ബാറ്റിൽ ഇവിടെ ആരംഭിക്കുന്നു. ഇത് കുട്ടികളുടെ വെറും ഒരു ഗെയിമാണ്, പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആവാൻ പോവുകയാണ്. എന്നാൽ അയാൾ പറയുന്നതോടെ ആ സീൻ കട്ടാവും. പിന്നീട് അയനക്കോജിയുടെ ക്ലാസ് ആയിരിക്കും കാണിക്കുക. അവിടെ അയനക്കോജി തനിച്ചിരിക്കുമ്പോൾ മിയാക്കി എന്ന പേരിൽ ഒരുത്തൻ വന്ന്, നിനക്ക് കുറച്ച് പേടിയുണ്ട്, നീ ഗ്രൂപ്പ് മൊത്തം സ്പ്രിംഗ് ബ്രേക്കിൽ അധികമൊന്നും ചെയ്തിട്ടില്ല. സോറി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നീ നിൻ്റെ സെൽഫ് ഫോഴ്സ് ചെയ്യണ്ട, ജോയിൻ ചെയ്യണ്ട. പക്ഷേ ഹൊറാക്കുയും അറിയും നിന്നെ ഓർത്ത് ടെൻഷനിലാണ്. സോറി, ഞാൻ അത് നിങ്ങൾക്ക് വിട്ടുതരാൻ ശ്രമിക്കാം. അവൻ അതും പറഞ്ഞ് അവിടുന്ന് പോവും. മറ്റൊരു ഭാഗത്ത് സുസുമയും ഒരുത്തനും കൂടി ഹൊറിഹിറ്റയുടെ ആ ചേഞ്ച് കണ്ട് ഷോക്കാവും. അവൾ അവളുടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടാവും. ഹൊറിഹിറ്റ, അത് അത്രയ്ക്കും സ്ട്രെയിഞ്ച് ആണോ ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തത്? അല്ല, ഞങ്ങളൊന്ന് സർപ്രൈസായി പോയി. നിനക്ക് അല്ലെങ്കിലും ഷോർട്ട് ഹെയർ ആണ് നല്ലത് അല്ലേ കുഷീഡ എന്ന് കുഷീഡയോട് ചോദിക്കും. പക്ഷേ ഞാൻ എന്തോ സംഭവിച്ചതുപോലെയുണ്ട്. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ഇയേഴ്സാണ്. നമ്മൾ ക്ലാസ് ഡിയിൽ നിന്ന് ഹയർ ക്ലാസ്സിലേക്ക് പോകാൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യും. അവിടേക്ക് അവരുടെ മിസ്സ് വന്ന്, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസർ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു സാധനം വേണം. നിങ്ങളുടെ സ്കൂൾ വെബ്സൈറ്റിൽ പോയി ഒരു പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും. അതിൻ്റെ പേര് ഓവറോൾ എബിലിറ്റി എന്നാണ്, അതായത് OAA. ഈ ആപ്പ് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഗ്രേഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ ഒരുപാട് ബെനിഫിറ്റ്സ് നൽകും. ഉദാഹരണത്തിന് ഇത് എല്ലാ സ്റ്റുഡൻസിനും പേഴ്സണൽ ഡാറ്റ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുത്തൻ എൻ്റെ റെക്കോർഡ്സ് കാണാൻ വീഡിയോ ഗെയിം സ്റ്റാറ്റസ് പോലെയുണ്ട്. അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റെക്കോർഡ്സ് സ്കൂൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയും ഫസ്റ്റ് ഇയേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കിയും ഇട്ടതാണ്. നിങ്ങൾ എല്ലാ സ്റ്റുഡൻസിൻ്റെയും റെക്കോർഡ്സും ഗ്രേഡ്സും കാണാവുന്നതാണ്. സ്കോർസ് എല്ലാ മത്സരത്തിൻ്റെയും തുടക്കത്തിൽ അപ്ഡേറ്റ് ആവും. നെക്സ്റ്റ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് റെക്കോർഡ്സ് നോക്കുകയില്ല. അത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്കോർസിനെ ബാധിക്കുകയുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. സ്കൂളിൽ വിശ്വാസമുണ്ട്, പൂർ ഗ്രേഡ്സ് ഉള്ളവരെയും ഇത് സഹായിക്കും. അവർക്ക് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കും എന്നതിനോർത്ത് ഈ ആപ്പ് ആരോടും വേർതിരിവ് കാണിക്കില്ല. എല്ലാവർക്കും തുല്യത ലഭിക്കും. കൂടാതെ നിങ്ങൾക്കും ഒരു ടൂളായി ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ടീച്ചേഴ്സ് പെട്ടെന്ന് സീരിയസ് ആയി. ഇതെൻ്റെ പേഴ്സണൽ ഊഹമാണ്, പക്ഷേ ഇത് സ്റ്റുഡൻസിൻ്റെ ഓവറോൾ എബിലിറ്റി അല്ല നോക്കുന്നത്, ഒരു വർഷത്തെ ഒരു ക്ലാസ്സിലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പെനാൽറ്റി ഫേസ് ചെയ്യേണ്ടതായി വരും. അത് കേട്ട് കുട്ടികൾ ഒന്ന് പേടിക്കും. ടീച്ചർ, എനിക്കറിയാം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ നിങ്ങൾക്ക് സംതൃപ്തിയില്ലെന്ന്, പക്ഷേ ഇതാണ് നിങ്ങളുടെ കറൻറ്റ് ഇവാലുവേഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സ്കൂളിൻ്റെ മൈൻഡിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഹൊറിഹിറ്റ് ഇതൊരു ഇൻഡിവിജ്വൽ ബാറ്റിൽ പോലെയാണ്. അയനക്കോജി സ്റ്റുഡൻസ് കൺഫ്യൂസും ഡിസസാറ്റിസ്ഫൈഡുമാണ് ഈ സിറ്റുവേഷൻ ഓർത്ത്. ഈ സിസ്റ്റം കൊണ്ടുവരാൻ പ്രപ്പോസ് തന്നത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രസിഡൻ്റായ മിയാമി നാഗമോ ആണ്. സോ നാഗമോൻ്റെ സ്വപ്നം ഇൻഡിവിജ്വൽസിന് വേണ്ടി ഒരു സിസ്റ്റം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഫസ്റ്റ് എക്സാം നടക്കുന്നത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ കൂടെ പെയറായിട്ടാണ്. ഇപ്പോൾ വരെ ഈ സ്കൂളിൽ ഒരിക്കലും വിവിധ ഗ്രേഡ്സ് ലെവൽസ് ഉള്ളവരെ എൻകറേജ് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വർക്ക് ഫോഴ്സ് പ്രവേശിച്ചാൽ ജനങ്ങൾ നിങ്ങളോട് ഇടപെടുന്നത് ഒരിക്കലും ഒരു ഫെലോ ന്യൂ ഗ്രാഡ്സ് ഉദ്ദേശിക്കുന്നില്ല. വേറെയും സിറ്റുവേഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഇയറിലെ ഏത് ക്ലാസ്സിലെ കുട്ടികളോട് ചേർന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ ടെസ്റ്റ് 2 വീക്സ് കൊണ്ട് അവസാനിക്കും. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ടൈമുണ്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ. ഹൊറിഹിറ്റ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അവരുമായുള്ള റിലേഷൻഷിപ്പും ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ പ്രയാസമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും OAA ആപ്പ്. ടീച്ചർ പറയും 5 വിഷയത്തിൽ നിന്നായി മാക്സിമം 500 പോയിൻറ്റ് സ്കോർ ചെയ്യണം. ഒരുത്തൻ ചോദിക്കും, അഥവാ ഞങ്ങൾക്ക് പാർട്ണറെ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരാണോ പാർട്ണറിനെ കണ്ടെത്താൻ ഫെയിൽ ചെയ്തത് അവന് 5% പെനാൽറ്റി അടക്കേണ്ടതായി വരും. പിന്നീട് ടീച്ചർ പോയിട്ട് ഹിരാട്ടിയോട്, എല്ലാവരും നമ്മളിനി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് അതിനോർത്ത് പേടിയാവുന്നു. ഹിരാട്ട അവരെ സമാധാനിപ്പിച്ച് ഹൊറിഹിറ്റയോട് അവളുടെ അഭിപ്രായം ചോദിക്കും. നമ്മൾക്ക് അധികം തിരക്ക് വേണ്ട, ഈ ആപ്പ് നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് കണ്ടീഷൻസ് തരുന്നുണ്ട്. ഇതാണ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് റേറ്റിംഗിൽ ഓരോരുത്തർക്കുമുള്ള പ്രെഡിക്റ്റഡ് പോയിൻറ്റ്സ്. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയും പോയിൻ്റ് കൂടി 500 കുറഞ്ഞവരിൽ പുറത്താവും.
ഇതിൽ ആരെങ്കിലും ബി റാങ്ക് ഉണ്ടെങ്കിൽ അവർ ബി റാങ്കുമുള്ള ആരെങ്കിലുമായി ചേർന്ന് വർക്ക് ചെയ്താൽ ഇത് ഈസിയായി ക്ലിയർ ചെയ്യാൻ പറ്റും. ഹിറാറ്റ ഒർഹിറ്റ പറഞ്ഞത് ശരിയാണ്. നമ്മൾ നല്ലോണം വർക്കും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കെയർഫുൾ ആയി ഇതിനെ നിങ്ങളുടെ പാർട്ട്ണറിനെ തന്നെ സെലക്ട് ചെയ്യണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടെയും ഹിറാറ്റയോടെയും പറയാൻ കഴിയുന്നതാണ്. മറ്റൊരു ഭാഗത്ത് സൈഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഏതെങ്കിലും സ്റ്റുഡൻസ് ഏത് ഇയർ ആയാലും സ്കോർ ഇല്ലെങ്കിൽ അവനെ പെട്ടെന്ന് തന്നെ പുറത്താക്കും. പക്ഷേ ഇത് വൈറ്റ് റൂം സ്റ്റുഡൻസിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അവന് എന്നോട് പെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ സ്കോർ 0 ആയാൽ എൻ്റെ സ്കോറും താഴേക്ക് പോകും. അല്ലെങ്കിൽ ഞാൻ വൈറ്റ് റൂമിലെ ഒരാളെ എൻ്റെ പാർട്ട്ണറാക്കിയാൽ ഞാൻ തീർന്നു. ആക്റ്റീവ് ചെയർമാനായിട്ടുള്ള സുഷിറോ ആണ് ഈ റൂൾസ് കൊണ്ടുവന്നത്. പിന്നീട് ഒർഹിറ്റ അയനകോജിയെ വിളിച്ച്, നീ മറക്കരുത്, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് ഫുൾ കംപ്ലീറ്റ് ആയോ? നീ ആലോചിച്ചിരുന്നോ? വരാൻ പോകുന്ന എക്സാം അതിന് പെർഫെക്റ്റ് ആണ്. ശരി, നീ ജയിച്ചാൽ ഞാൻ സ്റ്റുഡൻറ്റ് കൗൺസിലിൽ ജോയിൻ ചെയ്യും. മറിച്ച് ഞാനാണ് ജയിച്ചതെങ്കിൽ നിൻ്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചിരിക്കുന്ന നിൻ്റെ ടാലൻറ്റ്സ് ഫുള്ളും പുറത്തെടുക്കണം നമ്മുടെ ക്ലാസ്സിന് വേണ്ടി. എന്നാൽ നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഒന്ന് നോക്കി. അതിൽ ബിയിലും അതിൽ കൂടുതലും ഉള്ളത് 17 കുട്ടികൾ. ക്ലാസ് എയിൽ 13 കുട്ടികൾ വെച്ച് ക്ലാസ് ബിയിലും സിയിലും 11 കുട്ടികൾ. ക്ലാസ് ഡിയിൽ ടോട്ടൽ 54. നമ്മൾക്ക് ആകെ 4 സ്റ്റുഡൻസാണ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ഉള്ളത്. നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് എക്സലൻറ്റ് സ്റ്റുഡൻസിന് ഡിയും ഇയും റാങ്കും ഉള്ളവർക്ക് കിട്ടുക? അതെ, സൂഡോനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതെന്തിന്? അവൻ്റെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടില്ലേ? നീ സൂഡോയെയും മിക്കിനെയും പെയറാക്കാൻ വന്നാൽ ആരെ ചൂസ് ചെയ്യും? സൂഡോ തന്നെ. അവൻ ഫിസിക്കലി ഒക്കെ സ്ട്രോങ് ആണ്. അതെ, നീ എന്തിന് അവനെ ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ സഹായിക്കണം? അപ്പോഴായിരിക്കും അവരുടെ രണ്ടുപേരുടെയും ഫോണിൽ ഇച്ചിനോസിൻ്റെ ഒരു മെസ്സേജ് വരിക. അതിൽ എനിക്ക് ഫസ്റ്റ് ഇയേഴ്സിനെയും സെക്കൻഡ് ഇയേഴ്സിനെയും ജിമ്മിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. 4 മണിക്ക് തുടങ്ങും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കാണാം. ഇച്ചിനോസ് ക്ലാസ് ബിയെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത്, ക്ലാസ് എയും സിയും അവരുടേതായ മെഷേഴ്സ് എടുത്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോഴും റിയോനും സക്കാനാക്കിയും എന്താണ് ട്രൈ ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ നമ്മൾക്ക് നമ്മളുടെ പ്രൈവറ്റ് പോയിൻറ്റ്സ് കൊടുത്ത് അവരുമായി നെഗോഷിയേറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നീ പറഞ്ഞു വരുന്നത് അവർക്ക് കൈക്കൂലി കൊടുക്കണമെന്നാണോ? അതെ, പോയിൻറ്റ്സ് ആണ് ഫസ്റ്റ് ഇയേഴ്സ് നമ്മൾക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫർ. നമ്മൾക്ക് നമ്മളുടെ പേഴ്സണൽ ഫണ്ട്സ് ഡൊണേറ്റ് ചെയ്താൽ പോരെ, കുറച്ച് സ്റ്റുഡൻസിനെ സെക്യൂർ ആക്കാൻ. പക്ഷേ നമ്മൾക്ക് ചെറിയ പോയിൻറ്റ്സ് ആണ് കിട്ടുന്നതെങ്കിൽ പൈസ കൊണ്ട് കളിക്കാനും പ്രയാസമായിരിക്കും. നമുക്കാദ്യം മിസ്റ്ററിന് പോവാം. അതിനെക്കുറിച്ച് ഞാനുമുണ്ട്. ഹൊറീറ്റ, നീ ഇതിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? എനിക്ക് നീ ഇത് എന്തൊക്കെ ചെയ്യണമെന്ന് കാണാനാണ്. പിന്നീട് ഇച്ചിനോസിൻ്റെ ആ മിസ്റ്റർ കാണിക്കും. ഒർഹിറ്റ, അവൾ ഫസ്റ്റ് ഒരു മ്യൂച്വൽ അണ്ടർ ട്രസ്റ്റ് കൊണ്ടുവരാനാണ് നോക്കുന്നത്. സൂഡോ, നമ്മൾക്കിവിടെ പോയി പറ്റിയില്ലെങ്കിലോ ക്ലാസ് ബി സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ എടുത്താലോ? ഒർഹിറ്റ വാ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കും. പകുതിയിലേറെ കുട്ടികളും ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവരെവിടെ? നീ ശ്രദ്ധിച്ചിരുന്നോ? ഈ കുട്ടികൾക്ക് ഒരു മിസ്റ്റർ അറ്റൻഡ് ചെയ്യാൻ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. ക്ലാസ് 1 ഡിയിൽ ഒരു സ്റ്റുഡൻറ്റ് പോലും വന്നിട്ടില്ല. സൂഡോ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? 40 കുട്ടികൾ വെച്ച് എല്ലാ ക്ലാസ്സിലും അവരിൽ ഒരാൾ പോലും വന്നിട്ടില്ല. അവരുടെ ക്ലാസ് ഒരു യൂണിറ്റായി ആക്ട് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വാക്കിൽ, ക്ലാസ് 1 ഡിക്ക് ഒരു ലീഡർ ഓൾറെഡി ഉണ്ട്. അവൻ ഈ മിസ്റ്റർ ശ്രദ്ധിക്കാതിരിക്കാൻ തീരുമാനിച്ചു. അതെ, നമ്മൾക്കൊരു ലീഡറുമായി ഡയറക്റ്റ് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഡിവിജ്വൽസുമായി ഡീൽ ചെയ്യണ്ടേ? പിന്നീട് അവർ നടന്നു പോകുമ്പോൾ ഒരുത്തൻ അവരെ കണ്ട്, ഇച്ചിനോസ് ഇപ്പോഴും അവരുടെ പഴയ ട്രിക്കാണ് യൂസ് ചെയ്യുന്നതല്ലേ? നിൻ്റെ ക്ലാസ് എയിലെ സക്കാനാകം ഇതല്ലേ പ്രതീക്ഷിച്ചത്? അല്ലെങ്കിൽ നീ എന്താ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? അതുമൊന്നുമില്ല. പിന്നെ എന്താ നീ നിൻ്റെ സൈഡിൽ സ്മാർട്ട് സ്റ്റുഡൻസിനെ ചേർക്കാത്തത്? അത് അവൻ ഹൈനസിന് വേണ്ടിയാണ്. അത് കേവലം ഞാൻ പറഞ്ഞു പോലെ എന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് പോവും. ഒർഹിറ്റ, വേഗം വാ, ക്ലാസ് ഡിയിലെ കുട്ടികൾ ഇപ്പോൾ അവരുടെ ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവിടേക്ക് പോകുമ്പോഴായിരിക്കും, യോൺ, നിങ്ങൾ കുറച്ച് വൈകിപ്പോയി എന്ന് പറഞ്ഞ് നടന്നു വരിക. നീ ഫസ്റ്റ് ഇയേഴ്സിനെ നയിക്കുകയാണോ മിസ്റ്ററിന് വരാതെ? ഞാനൊന്ന് എൻ്റെ ക്ലാസ്സിലെ പൊട്ടന്മാരോട് ഒന്ന് പുറത്തു പോയതാ. സൂഡോ, നീ ഇപ്പോൾ ക്ലാസ് ഡിയിലല്ലേ? പേടിക്കേണ്ട, ഞാൻ ജയിക്കില്ല. ഒർഹിറ്റ, നിൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ചില ത്രെഡ്സിന് സൈഡിൽ പെട്ടെന്ന് വരും. ഒർഹിറ്റ, നീ ജോക്ക് അടിക്കുകയാണോ? ഈ മെത്തേഡ് അലോഡ് അല്ലെന്ന് നിനക്കറിയില്ലേ? എന്തുകൊണ്ടില്ല? ഞാൻ ഒരിക്കലും നീ ഒരാളോട് റൂൾ പറഞ്ഞിട്ട് ത്രട്ടൺ ചെയ്തത് പുറത്താക്കുന്നത് കണ്ടിട്ടില്ല. നിൻ്റെ പാർട്ട്ണറും. ആരെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നെയാണ് അഫക്റ്റ് ചെയ്യുക. കംപ്ലയിൻറ്റ് ചെയ്യട്ടെ, എന്നിട്ട് എന്താണ് വരികയെന്ന് കാണാം. ഞാൻ അത്രയ്ക്കും പൊട്ടനല്ല. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ തരാം. ഫസ്റ്റ് ഇയേഴ്സ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹൊറീറ്റ, നിനക്ക് അതെങ്ങനെ അറിയാം? അതൊരു നല്ല ചാൻസ് ആണ്. പുതിയ ആളുകൾക്ക് എന്തായാലും കൂട്ടിലേക്ക് നേടുന്നു എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോവും. ഫസ്റ്റ് ഇയേഴ്സ് നമ്മളെ എഫേർട്ടിനേക്കാൾ പ്രതിരോധത്തിലാണ്. സൂഡോ, എന്നാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ കൂടുതൽ റീസൺസ് കിട്ടിയില്ലേ?
സൂഡോ ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. ഹൊറീറ്റ് ഇത് ഞാൻ ഡീൽ ചെയ്യാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പാടാണ്. പിന്നീട് ക്ലാസ്സിൽ അയന കോച്ച് നോട്ടിഫിക്കേഷൻസ് അനുസരിച്ച് 22 പേഴ്സ് ഞാൻ വൈറ്റ് റൂം സ്പൈ ആണെന്ന് ആളുകൾ ചിത്രീകരിച്ചാൽ ഞാൻ ഈ സ്പോട്ടിൽ നിന്ന് പുറത്താവും. ഞാൻ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ഫേസും നെയിമും ഒക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നായിരിക്കും ഒരുത്തൻ വന്ന് കുറച്ച് ഫസ്റ്റ് ഇയേഴ്സ് നമ്മുടെ വഴിയിൽ വീഴുന്നുണ്ട്. നോക്കുമ്പോൾ 2 ഫസ്റ്റ് ഇയേഴ്സ്, അതിലൊരുത്ത് ഞാൻ നനാസെ. ക്ലാസ് 1 ഡിയിൽ നിന്ന് ഇതെൻ്റെ ക്ലാസ്മേറ്റ്. അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് കയറി ഹോസൻ. ഹൊറീറ്റ, നിങ്ങൾ ഇവിടെ വരുവാനുള്ള ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഹൊസൻ, എന്ത് നീ ചിന്തിക്കുന്നത്? നീ ഞങ്ങളെക്കാൾ ബെറ്റർ ആണെന്നാണോ? സൂഡ അവനോട് ചൂടാവും. അപ്പോഴായിരിക്കും അവൻ്റെ കൂടെ നനാസ് E+ ആണ് എന്ന് പറയുക. ഹൊസൻ, നിന്നെ കണ്ടാൽ ഒരു ഡംബ് പോലെയുണ്ട്. ക്ലാസ് ഡി മാത്രമാണ് നീ ഞങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. ഹൊറീറ്റ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ ക്ലാസ് ഡി ഗ്രൂപ്പ് ഫെയിലിയേഴ്സാണ്. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡീസൻറ്റ് പേഴ്സിനെ കിട്ടില്ല. നിങ്ങൾ എല്ലാവരും സ്റ്റുപ്പിഡും യൂസ്ലെസ്സുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കണോ? നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായോ? ഹൊറീറ്റ, നിനക്ക് ഞങ്ങളുമായി പാർട്ട്ണറാകണം. പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? അവൻ നീ മാത്രമാണല്ലോ സംസാരിക്കുന്നുള്ളൂ. വന്ന് എന്നോട് പെയറാകാൻ ബേഗ് ചെയ്. സൂഡോക്ക് അത് കേട്ട് ദേഷ്യം വരും. ഹൊറീറ്റ അവനെ തഴഞ്ഞ്, അത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞങ്ങൾ ഒരിക്കലും നിന്റെ കാലടിയിൽ വരില്ല. അയന കോച്ച് അവനെ കണ്ടിട്ട്, അവൻ ഫസ്റ്റ് ഇയേഴ്സിലെ സ്പെഷ്യൽ വെപ്പണാണ്. ഹൊറീറ്റ, ഏത് തരം മെത്തേഡാണ് നീ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിനക്കത് മനസ്സിലായില്ലേ? ഞങ്ങൾക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്, ഫോഴ്സ് ചെയ്ത് സ്കോർ കുറയ്ക്കാൻ. സൂഡോ, നീ എന്തായാലും പുറത്താവുമേടാ. പക്ഷേ അത് നമ്മൾക്ക് ടെസ്റ്റ് നടക്കുന്ന ദിവസം വരെ പേരിനെ റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫോഴ്സ് ചെയ്ത് പെനാൽറ്റി ചെയ്ത് പുറത്താക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയേഴ്സ് ഫുള്ളും പുറത്താകും. ഹൊറീറ്റ, നീയാണ് പുറത്തായതെങ്കിൽ നിൻ്റെ ഒരുപാട് പ്രൈവറ്റ് പോയിൻറ്റ്സ് പോവില്ലേ? അതെ, പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറുതാണ്. അല്ലേ നനാസെ? അതെ, 3 മാസം കൊണ്ട് 24 ലക്ഷം പ്രൈവറ്റ് പോയിൻറ്റ്സ് കുറയും. അത്രയ്ക്കും വലിയ പ്രശ്നമില്ല. ഹൊസൻ, നിങ്ങൾക്ക് ഇപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായോ? സൂഡോ അവൻ്റെ കോളർക്ക് പിടിക്കും. ഹൊറീറ്റ, സമാധാനിക്ക്. നിനക്കറിയില്ലേ എന്തൊക്കെ ഈ സ്കൂളിൽ നടക്കുന്നുണ്ടെന്ന്? ശരിയെന്ന് പറഞ്ഞ് കൈവിടുമ്പോൾ ഹൊസൻ ഒന്ന് തള്ളുമ്പോൾ അവൻ നിലത്തേക്ക് വീഴും. ആ വലിയ ശരീരത്തിൽ ഇത്തിരി മസിൽ പോലുമില്ല. ഞാൻ നിന്നെ ഒന്ന് തൊട്ടതല്ലേ ഉള്ളൂ. ഇത് കേട്ട് സൂഡോക്ക് ദേഷ്യം വന്ന് അവനെ അടിക്കാൻ പോകുമ്പോൾ ഈഷിനാക്ക വന്ന് തടയും. ഹൊസൻ അത് കണ്ട് അവരെ കളിയാക്കും. ഈഷിനാക്ക്, നീ അധികം അഹങ്കരിക്കേണ്ട. അപ്പോഴായിരിക്കും റിയോൻ അവിടേക്ക് നടന്നു വന്ന്, നിങ്ങൾക്ക് സമാധാനമായി പോവണമെങ്കിൽ അവനെ വിട്. ഈഷിനാക്ക്, നീ എന്തിനാ എന്നെ ചെയ്യുന്നത്? റിയോൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ കാണാൻ ഇത്ര പൊട്ടനായിരിക്കുമെന്ന്. ഹൊസൻ, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടതിനേക്കാൾ എനിക്ക് നിന്നെ അറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ലെജൻഡായിട്ടുള്ള റിയോൻ ഇത്രയും വീക്കാകുമെന്ന്. കൂടാതെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിൻ്റെ എല്ലാ മസിലും നിൻ്റെ എല്ലിലാണ്. ഞാൻ നിന്നെ ഒരുപാട് തവണ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് നടന്നില്ല. എന്നാൽ നന്നായി. നിന്നെ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നീ ഇതുപോലെ സംസാരിക്കില്ലായിരുന്നു. എങ്ങനെയുണ്ടാവും നമ്മൾ ഈ ട്രാഷിനെ സംസാരിക്കാൻ വിടാതിരുന്നാലോ? വേണ്ട, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ഗൊറിലയുമായി ഫിസ്റ്റ് ഫൈറ്റ് ചെയ്ത് എന്ത് ഗെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കും. നീ ഒരു കാലത്തും ഫസ്റ്റ് ഇയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാതിരിക്കാൻ പോവുകയാണോ? ഹൊസൻ, നമുക്ക് വാ, ഇപ്പോൾ തന്നെ ഇത് ഫിനിഷ് ചെയ്യാം. റിയോൻ, വാ, വന്നെൻ്റെയോട് ഫൈറ്റ് ചെയ്യ്. എനിക്കതിന് താല്പര്യമില്ല. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിന് പിടിച്ച് ഇവളെ രക്ഷിക്കാൻ ശ്രമിച്ചു നോക്ക്. ഹൊറീറ്റ, നീ എന്താ കാണിക്കുന്നേ? നനാസ, അവളെ വെറുതെ വിട്. ഇവിടെ ക്യാമറാസ് ഉണ്ട്. റാംപേജ് എന്തെങ്കിലും തെറ്റായി നടന്നാൽ തടയാനാണ്. അത് എനിക്കറിയാം. ഞാൻ വെറുതെ കളിച്ചതാ. നീ റെക്ലെസ് ആയി എന്തെങ്കിലും ചെയ്താൽ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻസ് എടുക്കും. അല്ലെങ്കിൽ ഉറപ്പാണ് നോളജിനെ കുറിച്ച് പറയും. അത് കേട്ട് അവൻ പൊലിഞ്ഞു കടിച്ച് അവളെ താഴെയിടും. അയനക്കോച്ച് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഹൊസൻ എന്നെ ത്രട്ടൺ ചെയ്താൽ ഞാൻ പേടിക്കില്ല. പക്ഷെ നീ എന്നെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്താൽ നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്തായാലും ഞാനിത് തയ്യാറാണ്. അപ്പോഴായിരിക്കും ഹൊസൻ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഫൈറ്റ് ചെയ്യുകയാണോ എന്ന് പറഞ്ഞ് അവിടേക്ക് ഒരാൾ വരിക. അത് ഫൈറ്റ് ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഹൊസൻ നടന്ന് റിയോൻ്റെ അടുത്തേക്ക് വന്ന്, ഞാൻ പെയർ ചെയ്യാൻ തയ്യാറാണ്. നീ തയ്യാറല്ലേ? റിയോൻ നിർഭാഗ്യവെച്ചാൽ ഞാൻ കാട്ടുകുരങ്ങന്മാരോട് കളിക്കാറില്ല. എന്തൊരു നാണക്കേട്. പിന്നെ കാണാം ഹൊറീറ്റ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നു പോവും. നനാസയെ വണങ്ങി, നിങ്ങൾക്കുണ്ടായ പ്രശ്നത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയനക്കോച്ചിയും നനാസയും തമ്മിൽ പരസ്പരം നോക്കുന്നതോടെ ഈ കിടിലം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.